അപ്പൊ പിണങ്ങിക്കഴിയുന്നവരെ നിങ്ങളുടെ പിണക്കം മാറ്റാതെ അള്ളാഹു താല നിങ്ങളുടെ അമൽ സ്വീകരിക്കില്ല. മറ്റൊരു വിഭാഗമാണ് നമ്മാം എന്ന് പറയും. നമീമത്ത് പറഞ്ഞു നടക്കുന്നവർ, പരദൂഷണം, ഏഷണി, കുറ്റം പറച്ചില്, അതുപോലെ തന്നെ അങ്ങനെ മോശത്തരം പറഞ്ഞു നടക്കുന്ന, മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ നോക്കി അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നവർ, അവർ ആ പണി നിർത്താതെ അവരുടെ അമൽ അള്ളാഹു താല സ്വീകരിക്കില്ല. പിന്നെയും ഹദീസുകളിലും മറ്റു മഹാന്മാർ പറയുന്ന വേറെയും ചില വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് കാഹിൻ, ജോത്സ്യപ്പണി നടത്തുന്നവർ, അല്ലെങ്കിൽ ജോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം നോക്കുന്നവർ. അങ്ങനത്തെ ചില മുസ്ലിമീങ്ങളുണ്ട്. അവരുടെ അമലും അള്ളാഹു താല സ്വീകരിക്കില്ല. മറ്റൊന്ന് സാഹിർ, സിഹർ ചെയ്യുന്നവർ, അല്ലെ, സിഹർ ചെയ്യുന്നവർ, സിഹർ ചെയ്യിപ്പിക്കുന്നവർ, അതിന് കൂട്ടുനിൽക്കുന്നവർ, അവർ ഈ പണി നിർത്താതെ അത് ചെയ്തവരോട് പൊരുത്തം ചോദിക്കാതെ ഇവരുടെ അമൽ അള്ളാഹു താല സ്വീകരിക്കില്ല. പിന്നെയോ ഈ ശത്രുത മനോഭാവം, കുശുമ്പ്, കുഞ്ഞായ്മ, അസൂയ, ദേഷ്യം വെച്ച് നടക്കുന്നവർ, അവർ ആ പണി നിർത്താതെ അവരുടെ അമലും അള്ളാഹു താല സ്വീകരിക്കില്ല. മറ്റൊന്ന് ആത്മഹത്യ ചെയ്തവർ, അള്ളാഹു താല അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലെ, വിഷം കഴിച്ചും തൂങ്ങി മരിച്ചും ഒക്കെ നരമ്പ് മുറിച്ചവരൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു താല അങ്ങനെയൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ളവർ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്നാണ്. പിന്നെ പടച്ചോനാണ്, റഹ്മാനാണ്, റഹീമാണ്, അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, എന്തുമാവട്ടെ. അപ്പൊ ആ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. പിന്നെ സാനിൻ, വ്യഭിചരിക്കുന്നവൻ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് ഹറാമ കാണുന്നവർ, കേൾക്കുന്നവർ, ചെയ്യുന്നവർ, അവർക്കും അള്ളാഹു തആല ആ പരിപാടി നിർത്താതെ പുറത്തു കൊടുക്കൂല. പുത്തൻവാദികൾ, ദീൻ പറഞ്ഞത്, അതായത് മഹാന്മാർ പറഞ്ഞത് കേൾക്കൂല, നബിതങ്ങൾ ചെയ്തത് ചെയ്യൂല, സ്വഹാബിമാർ ചെയ്തത് ചെയ്യൂല, അങ്ങനത്തെ ചില ആളുകളുണ്ട്. മുശ്രിക്കുകൾ, അതായത് ശിർക്ക് ചെയ്യുന്നവർ, അവർ അള്ളാഹു തആല തീരെ മൈൻഡ് ചെയ്യൂല, അവർ ആ പണി നിർത്താതെ. അപ്പോൾ 11 വിഭാഗം ആളുകൾ അവർ ഈ സ്വഭാവമൊക്കെ മാറ്റിവെക്കാതെ അള്ളാഹു തആല അവരെ സ്വീകരിക്കില്ല. ഈ ബറാഅത്ത് രാവിൽ അവർക്കൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ 11 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 11 വിഭാഗം ആളുകളിൽ നമ്മൾ പെട്ടുപോകാനും പാടില്ല. അപ്പോൾ ബറാഅത്ത് രാവ് വരുന്നു, ഇപ്പോഴേ നമ്മൾ ഒരുങ്ങുക.